വാർത്തകളിലേക്ക്. കഠിനംകുളം ആതിര കൊലക്കേസിൽ പ്രതി ജോൺസൺ ഔസേപ്പിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊല നടത്തിയ വീട്ടിലും കത്തി വാങ്ങിയ കടയിലുമായിരുന്നു തെളിവെടുപ്പ്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തെളിവെടുപ്പ് കഴിഞ്ഞു. ഇനി എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഈ ഔസേപ്പ് കത്തി വാങ്ങിയ കടയിലും അതുപോലെ തന്നെ കൊലപാതകം നടത്തി സ്കൂട്ടർ ഉപേക്ഷിച്ചിട്ട് പോയ റെയിൽവേ സ്റ്റേഷനിലും അടക്കം പോലീസ് പ്രതിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൊലപാതകത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് ആറ്റിങ്ങൽ ഡിവൈഎസ്പി തന്നെ ചോദ്യം ചെയ്യുകയും ഡിവൈഎസ്പി അത് മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ ചെയ്യുകയും റീൽസുകൾ ഷെയർ ചെയ്യുകയും വഴിയാണ് ഇരുവരും പരിചയപ്പെടുകയും തുടർന്ന് സ്നേഹബന്ധത്തിലാവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭാര്യയുമായിട്ട് ഏറെ നാൾ ഈ ജോൺസൺ ഔസേപ്പ് പിരിഞ്ഞു താമസിക്കുകയായിരുന്നു. അതേ തുടർന്ന് ആതിരയുമായിട്ട് ഒരുമിച്ച് താമസിക്കണമെന്നൊരു ആഗ്രഹം ജോൺസൺ ആതിരയോട് പറയുന്നു. വീട് വാടകയ്ക്കെടുക്കുന്നു. തിരുവനന്തപുരത്ത് വീട് വാടകയ്ക്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കൃത്യം നടക്കുന്നതിന് 3 ദിവസം മുമ്പ് തന്നെ വീട് വാടകയ്ക്കെടുത്ത് ജോൺസൺ ഔസേപ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആതിര കൂടെ ജോൺസണിനൊപ്പം താമസിക്കാനുള്ള വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആതിരയുടെ കുടുംബത്തിനോടക്കം ജോൺസൺ ഇത്തരത്തിൽ ആതിരയെ ഒപ്പം താമസിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ കുടുംബത്തിന്റെ ഒരു എതിർപ്പ് കാരണമാണ് ആതിര ജോൺസണിനൊപ്പം പോകാതിരുന്നത്. തനിക്ക് ഒരു കുഞ്ഞുണ്ട്, കുഞ്ഞിനെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല എന്ന് ആതിര തീർത്ത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് ജോൺസനെ നയിച്ചത് എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തുടർന്ന് ആതിരയുടെ വീട്ടിലേക്ക് എത്തുകയും കഴുത്ത് മുറിച്ച് ആതിരയെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ആതിരയുടെ സ്കൂട്ടറും എടുത്താണ് പ്രതി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വെക്കുകയും കോട്ടയത്തേക്ക് ഇയാൾ രക്ഷപ്പെടുകയുമായിരുന്നു. ഈ കോട്ടയത്തേക്ക് എത്തിയതിനു ശേഷം വിഷം കഴിച്ച് ഒരു ആത്മഹത്യാ ശ്രമം ജോൺസൺ നടത്തുകയും കോട്ടയത്തെ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും കോട്ടയത്ത് നിന്ന് പ്രതിയെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും തെളിവെടുപ്പ് അടക്കം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്രതി തന്നെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. തെളിവെടുപ്പുകളും ചോദ്യം ചെയ്യലും ഒക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. 4 മണിയോട് കൂടി തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാളിദാസ്, തീർച്ചയായും ഇന്നത്തെ തെളിവെടുപ്പ്, പ്രതിയുമായി ഉള്ള തെളിവെടുപ്പെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ റിമാൻഡിലേക്ക് കടക്കുകയാണ്. കോടതിയിൽ എത്തിച്ച ശേഷം റിമാൻഡ് നടപടികൾ സ്വീകരിക്കും. അതിനുശേഷം എല്ലാമായിരിക്കും. കൃത്യമായി പ്രതി മൊഴി നൽകിയത് കൊണ്ട് തന്നെ കൊല നടത്തി എന്നുള്ള തരത്തിൽ തന്നെ മൊഴി നൽകിയതും അതേപോലെ തന്നെ തെളിവെടുപ്പിൻ്റെ എല്ലാ ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ കുറ്റപത്ര സമർപ്പണമൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലെല്ലാം. ബാക്കിയുള്ളത് വിശദാംശങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്.